ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയാലോ? മത്തങ്ങ എരിശ്ശേരി കേട്ടോ. മത്തങ്ങയും വൻപയറും ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു നാടൻ എരിശ്ശേരി. നമുക്ക് ഈ സദ്യയിലൊക്കെ കഴിക്കാൻ കിട്ടില്ലേ? നമ്മളിവിടെ ഓണത്തിനും അല്ലാണ്ട് സദ്യക്കുമൊക്കെ ഇതുണ്ടാക്കാറുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതിനായിട്ട് മത്തങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട്, പിന്നെ നമുക്ക് അതിൽ ഒരു അര ടീസ്പൂണോളം കുറച്ച് മുളക് പൊടി കേട്ടോ, അര ടീസ്പൂണോളം മതി, അതും കൂടി ഇട്ട് കൊടുത്ത് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ. ഇനി ഇത് ഈ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനായിട്ടൊരു അരപ്പ് ചതച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു അരമുറി തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ചിരകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്ക് ജീരകം വേണം, ഒരു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 2-3 വെളുത്തുള്ളിയും പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി എരി വേണമെങ്കിൽ ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട കേട്ടോ. പിന്നെ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ മത്തനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളെ ഒരുപാട് ബോറടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആദ്യമേ തന്നെ വൻപയർ ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഈ വെന്തിരിക്കുന്ന മത്തനിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അധികം നേരം ഞാനിനി വൻപയറും കൂടെ വേവിക്കുന്നതും കൂടെ കാണിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സമയം വേസ്റ്റ് ആവില്ലേ, അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ മത്തനൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുമല്ലോ, ആ ഒരു പരുവത്തിന് ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് നല്ല ഉടഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പൂടയിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സമയം നമുക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചക്കറിവേപ്പില ഒന്ന് മുറിച്ചിങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക മണം കിട്ടും. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു ചെറിയ തിളപ്പ് വന്നു കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു താളിപ്പിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ടൊരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യണേ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ ചെറിയ ഉള്ളി, വട്ടത്തിലരിഞ്ഞ ചെറിയ ഉള്ളി അതൊന്നും ഇടുന്നില്ല. നമുക്കിതിൽ ഇടേണ്ടത് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ചിരകിയാണ് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ. ഇപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ എല്ലാം ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചായിരുന്നു. അതിലേക്ക് 2-3 വറ്റൽമുളക് മുറിച്ചിട്ടതും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു ചെറിയ കൈപ്പിടിയിൽ കുറച്ച് തേങ്ങയും കൂടി ചിരുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഈ തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഈ തേങ്ങ ഇങ്ങനെ മൂത്ത വന്ന തേങ്ങ നമ്മളിങ്ങനെ കറിയിൽ ഇങ്ങനെ കടിക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതുവരെയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതുപോലെ അല്ല കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് കറി വെച്ചിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഓക്കേ.